3 മാസത്തോളം അടച്ചിട്ടിട്ട് പണിത റോഡാണ് ഈ പറയുന്ന കുറുപ്പം റോഡ് കേട്ടോ. 3 മാസം അടച്ചിട്ടിട്ട് പണിതിട്ടുള്ള റോഡാണ് കുറുപ്പം റോഡ്. ഈ കുറുപ്പം റോഡിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ റോഡിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഏത് രീതിയിലാണ് ചെയ്തു വെച്ചിട്ടുള്ളത് നോക്കും കേട്ടോ. ഇവർ ചെയ്തു വെച്ച രീതിക്ക് ഇപ്പോൾ കല്ലുകളും കാര്യങ്ങളൊക്കെ ഇളകി തുടങ്ങി. 3 മാസത്തോളം കട്ടകൾക്കും കാര്യങ്ങൾക്കും ഒന്നും കച്ചവടമില്ലാതെ റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഈ പറയുന്ന റോഡിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ തീർക്കുമ്പോൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാതെ ഈ ഗ്യാപ്പ് ഇട്ടുള്ളത് നോക്കൂ. ഇങ്ങനെയുള്ള ആൾക്കാർ മൈജിയുടെ ഷോറൂമിൻ്റെ മുന്നിലൊക്കെ ഈ ഗ്യാപ്പ് ഇട്ടുള്ളത് നോക്കും കേട്ടോ. ഈ കല്ലുകളും കാര്യങ്ങളൊക്കെ കെടുക്കുന്നത് നോക്കും കേട്ടോ. ഈ പറയുന്ന ഈ തിണ്ട് കാര്യങ്ങളൊക്കെ വെക്കേണ്ടി വരുന്ന അവരുടെ ആവശ്യകത നോക്ക്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കയറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായതുകൊണ്ടാണ് ഈ തിണ്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ റോഡിൻ്റെ സൈഡ് എത്രത്തോളം മോശമായിട്ടാണ് പണിതിട്ടുള്ളത്. ഈ റോഡിൻ്റെ ഹൈറ്റ് എത്രത്തോളം ഉയർത്തുമ്പോൾ അതിന് പ്രോപ്പറായിട്ടുള്ള ഇവിടെ സിവിൽ എഞ്ചിനീയേഴ്സ് ഇല്ലാതെയാണോ? ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ മോശമൊന്നല്ല കേട്ടോ. കണ്ടോ, ഇത് തന്നെയാണ് അവസ്ഥ. ഒരു ഉറപ്പില്ലാത്ത രീതിയിലാണ് സൈഡിലത്തെ നിർമ്മാണം. ഇത്രയും മാസത്തോളം 3-4 മാസത്തോളം അടച്ചിട്ടുള്ളത്. ഇപ്പോൾ വെള്ളം ഇറങ്ങുന്നൊക്കെ കണ്ടോ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അതായത് പ്രോപ്പറായിട്ടുള്ള കോർഡിനേഷൻ. പബ്ലിക് സർവീസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ബലമില്ലാത്ത രീതിയിൽ നിർമ്മിച്ചിട്ടുള്ളതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ കല്ലുകൾ കെടുക്കുന്നത്. ഒരു മഴ വരുമ്പോഴേക്കും ഒലിച്ചു പോകുന്ന രീതിയിൽ, മനസ്സിലാവുന്നുണ്ടോ? ഒരു മഴ വരുമ്പോഴേക്കും ഒലിച്ചു പോകുന്ന രീതിയിലാണ് ഇവിടുത്തെ അവസ്ഥ കെടുക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ തൃശ്ശൂർ കോർപ്പറേഷൻ എന്ന് പറയുന്നത്, അതേപോലെ തന്നെ ഈ പബ്ലിക് സർവീസൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഈ പറയുന്ന നമ്മളുടെ മിനിസ്റ്റർ ഉണ്ടല്ലോ, ഈ പറയുന്ന മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന മിനിസ്റ്റർ, ഇതൊക്കെ ഒന്ന് കാണും. അതായത് ജനങ്ങളുടെ ടാക്സ് ഏത് രീതിയിലാണ് വിനിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് ഒന്ന് കാണും. എത്രത്തോളം വൃത്തികേടായിട്ടാണ് ഈ പറയുന്ന ഗരുഡ എന്ന് പറയുന്ന ഇതിൻ്റെ മുന്നിലുള്ള എൻട്രൻസ് അടക്കം വൃത്തികേടായിട്ടുള്ള രീതിയിൽ ചെയ്തു വെച്ചിട്ടുള്ള അവസ്ഥയാണ്. ആരാണ് ഉത്തരവാദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജയിപ്പിച്ചു വിട്ട് നമ്മളുടെ മന്ത്രിമാരാണ് ഇതിന് ഉത്തരവാദികളെന്ന് പറയേണ്ടി വരും. ഈ പണി നടക്കുന്നേക്കാളും മുമ്പ് ഇവിടുത്തെ എൻട്രൻസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിരുന്നു. റോഡ് വളരെ മോശമായിരുന്നു. ഇപ്പോഴും നമുക്ക് ഉറപ്പിക്കാറായിട്ടില്ല. ഒരു മഴയും കൂടി നേരിട്ട് എത്ര നാൾ ഈ പറയുന്ന റോഡ് പ്രോപ്പറായിട്ട് ഇരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. ഇതാണ് അവസ്ഥ. അതായത് ഒരു പബ്ലിക് സർവീസിൻ്റെ മിനിസ്റ്ററായിട്ട് മുഹമ്മദ് റിയാസ് ഇരിക്കുമ്പോൾ, ആ മന്ത്രിയായിട്ട് ഇരിക്കുമ്പോൾ, നമ്മുടെ തിരുവനന്തപുരം ബേസ് ചെയ്തിട്ട് നിൽക്കുമ്പോൾ, ഓരോ ജില്ലാ അടിസ്ഥാനത്തിലും താങ്കൾക്ക് പ്രോപ്പറായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ മുഹമ്മദ് റിയാസ് താങ്കൾ രാജിവെച്ച് പുറത്തു പോകും. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ തൃശ്ശൂർ ട്രാഫിക്, റോഡുകൾ തകർന്നു എടുക്കുന്നു. ഇന്നാളെ കണ്ടല്ലോ ഒരു പാലം തകരുന്നത്. ഇതൊക്കെ കണ്ടിട്ടും താങ്കൾക്ക് ഒന്നും തോന്നുന്നില്ലേ? ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കാനല്ല നിങ്ങൾ വിജയിപ്പിച്ചിട്ടുള്ളത്. ജനങ്ങൾക്കൊരു പ്രതീക്ഷ, ആ പ്രതീക്ഷയിൽ നിങ്ങളെങ്കിലും ശരിയാവുമെന്ന് പറയുന്ന ആ ഒരു പ്രതീക്ഷയിലാണ് നിങ്ങളെ വിജയിപ്പിച്ചു വിട്ടുള്ളത്. ആ വിജയിപ്പിച്ചു വിട്ടതിന് ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള മറുപടിയാണ് ഈ അലങ്കോലപ്പെട്ട് കിടക്കുന്ന താങ്കളുടെ മോശപ്പെട്ട പബ്ലിക് സർവീസ്. അതായത് ഈ കടയിനേക്കാളും ഇത്രയും ഹൈറ്റിൽ ഇത് ഈ റോഡ് ഉയർത്തി പൊന്തിച്ച് പണിയണമെന്നുണ്ടെങ്കിൽ എല്ലാ കാലാവസ്ഥയും അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് പ്രോപ്പറായിട്ടുള്ള സിവിൽ എഞ്ചിനീയേഴ്സ് ഇല്ലാത്തതുകൊണ്ടാണോ ഈ നശിച്ച രീതിയിൽ പണിത് വെച്ചിട്ടുള്ളത്? ഉരുളം കല്ലുകൾ വെള്ളത്തിൽ ഒലിച്ചു കീഴോട്ട് ഇറങ്ങിയിരിക്കുന്നു. ഒരു ബലവും ഇല്ലാത്ത അടിസ്ഥാനത്തിൽ കേട്ടോ. 6-4 മാസം കൂട്ടിയിട്ടിട്ട് ചെയ്തിട്ടുള്ള പണിയാണിതെന്ന് ഓർമ്മിച്ചുകൊണ്ട്